അസ്സലാമലൈക്കും, വെൽക്കം ടു മൈമൂൺസ് കിച്ചൻ. ഇന്ന് മസാല റൈസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാൻ അതിനിവിടെ പുഴുങ്ങലരിയാണ് ഉപയോഗിച്ചത്. 2 കപ്പ് പുഴുങ്ങലരി കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്, 2 സവാള അരിഞ്ഞത്, ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2-3 തക്കാളി, പിന്നെ ആവശ്യത്തിനുള്ള സ്പൈസസ് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് പൊടി, ജീരകം, 2 ജീരകവും. ഒരു കുക്കറിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ്, 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് സവാള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിലേക്ക് 2 തക്കാളി ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴന്ന് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇവ ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക. നന്നായി വഴറ്റി മൂത്ത് വരുമ്പോൾ, നല്ല മണം മാറി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി ആവശ്യത്തിന് ഒരു ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ അതിന് കണക്കായ ഒരു 4-4.5 വരുന്ന വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കുക. തിളച്ച് വരുമ്പോൾ അതിലേക്ക് കഴുകി ഊറ്റി വെച്ച അരി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടിളക്കി കൊടുത്ത് ഒരു 2 വിസിലിന് കുക്കർ മൂടി വെച്ച് വേവിക്കുക. രണ്ട് വിസിലിന് ശേഷം കുക്കർ തീ ഓഫ് ചെയ്ത് കുക്കർ ആവി പോയ ശേഷം മൂടി തുറന്ന് അരിഞ്ഞു വെച്ച മല്ലിയില, ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പും ഈ സമയം നോക്കിയിട്ട് കൊടുത്ത് ഒരു വിസിലിന് കൂടി കുക്കർ മൂടി വെച്ച് വേവിക്കുക. ചൂടാറിയ ശേഷം പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നല്ല ചിക്കൻ ഗ്രേവിയോടൊപ്പം അച്ചാറും തൈര് റൈത്തയും കൂട്ടി നല്ല ടേസ്റ്റിയായ